നമസ്കാരം. എല്ലാ കണ്ണുകളും കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ എന്ന ഒരൊറ്റ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ സുപ്രധാനമായിട്ടുണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയം എന്നത് UDFിൻ്റെ കെട്ടുറപ്പ് പൊളിച്ചെടുക്കാൻ കാരണമാകുന്ന എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം UDFിൻ്റെ ആ സന്തുലിത അവസ്ഥ, ആ ഒരു ബാലൻസ് തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അൻവറിനെ കൊണ്ട് കളിക്കാൻ പറ്റിയോ, രാഷ്ട്രീയ കളി കളിക്കാൻ പറ്റിയോ എന്നുള്ളതാണ് ചർച്ച. പ്രധാനമായും അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ പറഞ്ഞത് ഞാനല്ല, ഇനി ഞാനിവിടെ നിൽക്കില്ല, പക്ഷേ പിണറായി ഇസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരിക്കും ഞാൻ നേതൃത്വം നൽകുന്നത്. അൻവർ ആദ്യം നമുക്കറിയാം, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്ന വഴി എന്ന് പറയുന്നത് DMKയുമായി ഒത്തുകൂടാൻ പറ്റുന്നില്ല, അങ്ങനെ നാണംകേട് കാരണം പിന്നീട് തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിനെ ഏറ്റെടുക്കുന്നു. ഇവിടെ ദേശീയ നേതാക്കളൊക്കെ വരികയാണ് ചെയ്തത്. ഡെറക് ഒബ്രൈനും മഹുവ മൊയ്ത്രയും ഒക്കെ വന്ന് അൻവറിനെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ഒരു പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തി. ഇവിടെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു കക്ഷിയാകാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. ഇപ്പോഴിത് അൻവറിൻ്റെ ഒരു പത്രിക തള്ളിയിരിക്കുകയാണ്. ഒരു പത്രിക തള്ളിയെന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ പൂർണ്ണമായ നാമനിർദ്ദേശ പത്രിക തള്ളിയെന്നല്ല അതിൻ്റെ അർത്ഥം. തൃണമൂൽ സ്ഥാനാർത്ഥിയായി PV അൻവറിന് നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയില്ല. കാരണം ആ പത്രികയിൽ ഉണ്ടായിരുന്ന സാക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മതിയായ സാക്ഷികൾ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഒന്ന് ആലോചിക്കണം, PV അൻവറിനെ പോലൊരു വ്യക്തി ഒന്നും കാണാതെ മത്സരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അൻവർ വിചാരിച്ച രീതി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വോട്ട് കിട്ടുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. 81,000 വോട്ടാണ് 2021 അദ്ദേഹം അൻവർ നേടിയത്. തൊട്ടടുത്ത കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ VV പ്രകാശ് 79,000 വോട്ടുകൾ നേടിയപ്പോൾ 2,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജയിച്ചത്. പക്ഷേ ഈ 81,000 വോട്ടിൻ്റെ അതിൻ്റെ 10-1 നേടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ചർച്ചയാവുന്നത്. അതായത് 81,000ൻ്റെ 10-1 എന്ന് പറയുന്നത് 8,100 വോട്ട്. അത് നേടിയാൽ പോലും അതാരെ ബാധിക്കും? ഇതാണ് ചർച്ചാ വിഷയമായി മാറുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹം നൽകുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ശരിക്കും അവിടെ നിന്നാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച് വന്ന ഒരു അവസ്ഥയിൽ തൃണമൂൽ കോൺഗ്രസിൽ മത്സരിച്ചാൽ ഉണ്ടാവുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ അൻവറിന് കൊടുക്കില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ബോധപൂർവം ഈ പത്രികയുമായി ബന്ധപ്പെട്ട് അത് തള്ളപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഏറെക്കുറെ അറിയാമായിരുന്നു. ഇതൊരു ഗിമിക്കാണ്. അൻവർ നേരത്തെ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല മത്സരിക്കാൻ, പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ പിരിവിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ പണം കെട്ടിവെച്ചത്, മത്സരിക്കാൻ പണം വേണമല്ലോ. ഈ പണം കെട്ടിവെച്ചത് 52 കോടിയുടെ ആസ്തിയുള്ള ഒരു മുതലാണ് ഈ പറയുന്നത് എനിക്ക് മത്സരിക്കാൻ 10 പൈസ ഇല്ല, മത്സരിക്കാൻ പണം വേണ്ടേ. കുറേ ഈ പൈസ ആവുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ റോളിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇവരൊക്കെ നടത്തുന്ന. അൻവർ ഒരു സാധാ പാർട്ടിയല്ല, ബഡാ പാർട്ടിയാണ്. ബിസിനസ്സും മറ്റ് പല രീതിയിലുള്ള ഇദ്ദേഹം ആഫ്രിക്കയിലൊക്കെ പോയി അവിടെ സ്വർണ്ണഖനിയുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ പല മാധ്യമങ്ങളിൽ വന്നതാണ്. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് കൃത്യമായി അറിയാതെ പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും അൻവറിൽ അവശേഷിക്കുന്ന ഒരു നിഗൂഢത, അത് നിലമ്പൂരുകാരെന്നല്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അൻവറിൻ്റെ ഒരു നിഗൂഢ ലക്ഷ്യം എന്താണ് അൻവർ ലക്ഷ്യം വയ്ക്കുന്നത്? അൻവറിന് തൻ്റേതായ സ്പേസ് നിലമ്പൂരിലുണ്ട് എന്ന് തെളിയിക്കാൻ, എന്ത് പ്രൂവ് ചെയ്യാനാണ് അൻവർ മത്സരിക്കുന്നത്? അവിടെയുള്ള പഞ്ചായത്തുകളുടെ കണക്ക് കൃത്യമായിട്ടും ഓരോ പഞ്ചായത്ത് വൈസ് ലീഡ് നില നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ടും അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടാൻ പറ്റും. BJP അവിടെ മത്സരിക്കുന്നത് കൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. BJP അവിടെ വോട്ട് മറിക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയുമ്പോഴും
ഒരു വോട്ടും കിട്ടാതിരുന്നാൽ നോട്ടേക്കാൾ താഴെയാണ് BJPയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് ദയനീയമാണ്. അതുകൊണ്ട് അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കാൻ മാത്രമുള്ള വോട്ടൊന്നും അവർക്കില്ല. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഒരു വോട്ട് കിട്ടിയില്ലെങ്കിലും അൻവർ വിചാരിക്കുന്ന എന്താണ്, അൻവർ സ്വരാജ് ജയിക്കുന്ന ഒരു വിഷയമല്ല. അൻവർ സ്വരാജിനെ പിന്തുണയ്ക്കുന്നുവോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. സ്വരാജ് ജയിച്ചാൽ അൻവറിന് ഒരു ചുക്കുമില്ല, അൻവറിൻ്റെ മനസ്സിൽ ഒരു വിഷമവും തോന്നില്ല. ഷൗക്കത്ത് ജയിക്കരുത്, അതാണ് അൻവറിൻ്റെ ആഗ്രഹം. ഷൗക്കത്തിനോടുള്ള അൻവറിൻ്റെ ഒരു അടങ്ങാത്ത പകയാണോ എന്ന് ചോദിച്ചാൽ ഉടനെ അൻവർ പറഞ്ഞ എന്താണ്, ഞാനും ഷൗക്കത്തും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ എന്താ വൈരികളല്ലാതാവൂ. ഷൗക്കത്തിനോടുള്ള പക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആര്യാടൻ മുഹമ്മദിനോട്, അതായത് ഷൗക്കത്തിൻ്റെ പിതാവായ മുൻ കോൺഗ്രസിൻ്റെ നേതാവായ ആര്യാടൻ മുഹമ്മദിനോട് ലീഗിൽ ചിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആര്യാടൻ മുഹമ്മദ് ET മുഹമ്മദ് ബഷീറിനെ വർഗീയവാദി എന്ന് വിളിച്ചു എന്നുള്ള ആ പഴയ വീഡിയോകളൊക്കെ ഇപ്പോൾ വലിയ തോതിൽ ഇടത് സൈബർ വിങ്ങുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ET മുഹമ്മദ് ബഷീർ ഇനി അതിന് മേലൊരു പരാമർശമൊന്നും നടത്തിയില്ല. പക്ഷേ KM ഷാജി പറയുന്ന ഒരു കാര്യം, അങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ UDF ഒരു ജനാധിപത്യം ഉള്ളത്, ഉൾജനാധിപത്യം ഏറെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പായിരുന്നാലും അല്ലാതിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഒരു സാമാന്യ മര്യാദ വേണം. ഉൾജനാധിപത്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും വിളിച്ച് പറയാമെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചത് കൊണ്ട്, ഈ ഉൾജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് UDF ഇപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ, ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഈ ഉൾജനാധിപത്യം എന്ന് പറയുന്ന ഈ സോ കോൾഡ് സംഭവം കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒരു ഫ്രീ അഡ്വൈസായിട്ട് വേണമെങ്കിൽ എടുത്തോളുക. കാരണം എന്താണെന്ന് വെച്ചാൽ CPIM നോക്കുന്നത് അവർക്ക് നേട്ടമെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 10 വർഷം ഭരിക്കുമ്പോഴും അവർക്ക് കാര്യമായി എന്തെങ്കിലും നേട്ടം പറയാൻ ഇല്ല. മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ്, അദ്ദേഹം PWD മിനിസ്റ്ററാണല്ലോ, അദ്ദേഹം ഇങ്ങനെ ഓരോ സെൽഫികളും റീലുകളും ഒക്കെ എടുത്തിങ്ങനെ നടക്കുമ്പോഴും ഈ റോഡ് ഞാൻ മന്ത്രിയായതിനു ശേഷമാണ്, ആ റോഡ് ഞാൻ മന്ത്രിയായതിനു ശേഷമാണ്, ഇങ്ങനെ തള്ളി 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 മറിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ദേശീയപാത NH66 വിള്ളൽ വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ, അതിൻ്റെ പിതൃത്വം ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത് കേന്ദ്രത്തിനിരിക്കട്ടെ, കേന്ദ്രമല്ലേ ചെയ്തു. ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിച്ഛാത ശക്തി കൊണ്ട് വിഴിഞ്ഞം തുറമുഖം, അത് ഇടതുപക്ഷത്തിൻ്റെ അതിശക്തമായ പ്രതിഷേധം ദേശാഭിമാനിയിൽ വന്നത് നമുക്കറിയാമല്ലോ. വലിയ തോതിൽ അതിനെ കാട്ടുകൊള്ളയെന്നും അതിനെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സൈബർ വിങ്ങും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുമ്പോഴും ഉമ്മൻചാണ്ടി അതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നിയമസഭയിൽ പറഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് ഒരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയൻ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ. കേരളത്തിലെ ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊക്കെ എങ്ങനെ വോട്ടിംഗ് പാറ്റേണിൽ പ്രതിഫലിക്കും? എന്തുകൊണ്ട് ലോക്സഭയുടെ ഒരു തനിയാവർത്തനം നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്നില്ല? ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. പക്ഷെ ഇവിടെ അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. അതാണ് വാസ്തവം. അൻവറിന് സ്വതന്ത്രനായി നിൽക്കണം. ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താൻ എന്ത് കളി കളിക്കാമോ എന്നുള്ളതാണ് അവിടെ ശ്രമം നടത്തുന്നത്. പക്ഷെ അത് ശരിക്കും ബൂമറാങ് പോലെ തിരിച്ചടിക്കാൻ പോവുകയാണ്. അൻവറിൻ്റെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പുറത്താക്കും. അതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, അൻവറിന് ഇനി 2026 അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ പറഞ്ഞു നിൽക്കാൻ പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതാണ്. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിലോ, പ്രസ്താവന ഇറക്കിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ UDFുമായിട്ടൊരു സഹകരണം ഒന്നും തരണ്ട, വെറുതെ അങ്ങ് സഹകരിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലെങ്കിലും അൻവറിന് കാര്യമായി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അൻവർ തന്നെ കളഞ്ഞു കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാതെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അൻവർ വിചാരിക്കുന്നത് എന്ത് നഷ്ടം വന്നാലും വേണ്ടിയില്ല, ഷൗക്കത്തിനെ ജയിപ്പിക്കരുതെന്നുള്ളതാണ്. പക്ഷേ ആത്യന്തികമായിട്ട് മുന്നണി കയറി പറ്റാനുള്ള എല്ലാ പോസിബിലിറ്റി അടയുകയാണ്. തൃണമൂൽ കോൺഗ്രസും ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, തൃണമൂൽ കോൺഗ്രസ്സിന് ഈ UDFിൽ മുന്നണിയിലേക്ക് കയറി പറ്റുന്ന കാര്യമാണ്
തൃണമൂൽ കോൺഗ്രസിന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അൻവർ കളി കളിക്കാൻ ശ്രമിച്ചത്. അത് പൊളിഞ്ഞു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അംഗത്വം ഇല്ലാതെ മത്സരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അൻവറിൻ്റെ ഒരു അവസ്ഥ.